എൻ്റെ പേര് മാർട്ടിൻ. ഞാൻ ചേർത്തല തിരുഹൃദയ ദേവാലയ ഇടവൻ ചാലിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഇപ്പോൾ 2019 ഗ്യാപ്പില്ലാതെ ഉടമ്പടിയിൽ നടത്തിക്കുന്ന ഞാൻ ജീവിച്ചു പോകുന്നു. എൻ്റെ ഇത് 9ാമത്തെ സാക്ഷിയാണ്. പരിശുദ്ധമ്മ കനിഞ്ഞു തന്ന വലിയ അനുഗ്രഹം. ഇതെൻ്റെ അനിയനാണ്, ഭാര്യയുടെ അനിയത്തി. ഞാനിതിൻ്റെ ഭർത്താവിൻ്റെ പേര് തോമസ് എന്നാണ്, വീട്ടിൽ ബേബിച്ചിരുന്ന് വിളിക്കുന്നത്. ഇവൻ ഒരു ജനുവരി 25 മേശരിയാണ്. ഇവൻ പുള്ളിക്കാരൻ പണിതുകൊണ്ടിരിക്കുമ്പോൾ ഏതാണ്ട് 15 മീറ്റർ താഴെയുള്ള ഒരു സൺസൈഡിൽ നിന്ന് താഴേക്ക് വീണ ഉടനെ പുള്ളിക്കാരൻ്റെ കാല് മുകളിൽ പോയി തല താഴെ ഒന്ന് കുത്തി. അപ്പോൾ ഇത് എനിക്കറിയത്തില്ലായിരുന്നു. ഉച്ചയ്ക്ക് KVM ഹോസ്പിറ്റലിൻ്റെ അടുത്ത് വെച്ച് ഇവൻ അഡ്മിറ്റ് ചെയ്തെങ്കിലും അവരെടുത്തില്ല. അവർ പറഞ്ഞ് വേഗത്തിൽ ആളെ വേറെ ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ്റെ മകൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, പപ്പ വീണിട്ടുണ്ട്, ഇതാണ് ഇവിടെ എടുക്കുന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ ഓടി ചെല്ലുമ്പോൾ ആംബുലൻസിൽ കിടക്കുക. എടുത്തുകൊണ്ട് നേരെ കാരിത്താസിലേക്ക് പോയി. അപ്പോൾ പോകുന്ന വഴി ഞാൻ കൃപാസനത്തിൽ വിളിച്ചു, പലവരെയും വിളിച്ച് പറഞ്ഞു പ്രാർത്ഥന സഹായം. അപ്പോൾ ഏറ്റവും ഒരു തണ്ണീർമുഖം ബണ്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പൾസ് താന്ന്. അപ്പോൾ വല്ലാതെ ഭയന്നു. ഞങ്ങൾ വേഗം കാരിത്താസ് ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് എത്തിച്ചു. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് വേഗം കയറ്റാൻ പറഞ്ഞു. കയറ്റി എല്ലാം നോക്കിക്കഴിഞ്ഞ് ഞാൻ അകത്ത് കയറി എല്ലാം കഴിഞ്ഞ് പുള്ളിയുടെ ബോധമൊക്കെ പോയി. ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞ് എല്ലാം പരിശോധന ഉണ്ട്, 1 മണിക്കൂർ കഴിഞ്ഞിട്ട് പറഞ്ഞ് ചേട്ടൻ ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞ്. കാരണം ഇവൻ്റെ ഇവിടെ നിന്ന് ഒടിഞ്ഞു പോയി, പിന്നെ ഇവിടെ പൊട്ടിപ്പോയി, മുഖം വല്ലാതെ വികൃതമായിട്ടുണ്ട്. ചെന്ന് നോക്കുമ്പോൾ വളരെ ഒരു വല്ലാത്ത സ്ഥിതിയാണ്. നമ്മുടെ ICUവിലെ സൗണ്ടും എല്ലാം കൂടി ഭയങ്കര അസ്വസ്ഥ. എനിക്ക് തന്നെ വല്ലാത്തൊരു റിലേ പോണ പോലെ അവസ്ഥയായിരുന്നു. പക്ഷെ പുള്ളിക്കാരൻ ഒന്നും അനങ്ങാണ്ട് കിടക്കുക. അടുത്തുനിന്ന് ഞങ്ങൾ പലരും വിളിച്ചിട്ടെങ്കിലും ഓർമ്മ കിട്ടുന്നില്ല. ഡോക്ടർ പറഞ്ഞ് ഇവിടെ അഡ്മിറ്റ് ചെയ്ത് വളരെ സമയം എടുക്കുമെന്ന് പറഞ്ഞെങ്കിലും അന്ന് എൻ്റെ ഇടവക എന്ന തിരുഹൃദയത്തിൻ്റെ ഇടവക അവിടെ നിന്ന് ജനുവരിയിൽ ഞങ്ങളുടെ ദർശന തിരുനാളാണ് ഈശോയുടെ. അതിൽ ഞാൻ 50 രൂപയിൽ ഒരു പ്രസിദ്ധേന്തിയാണ് ഞാൻ. അപ്പോൾ ഞാൻ ഈശോട് പറഞ്ഞു, നാളെ കൊടി കയറുന്നതിന് മുമ്പ് ഇവർ എഴുന്നേക്കണം. അതുപോലെ തന്നെ സംഭവിച്ചു. നാലാമത്തെ ദിവസം കൊടി കയറുന്നു. തൊട്ട് മുമ്പ് രണ്ടാമത്തെ അനിയൻ വിളിച്ച് പറഞ്ഞ്, അതെ അവൻ എഴുന്നേറ്റ്. ഡോക്ടർ വിളിച്ച് പറഞ്ഞത് ഇതൊരു അത്ഭുത മനുഷ്യനാണല്ലോ എന്ന്. ഈ വശം ഒടിഞ്ഞു കിടക്കുന്ന ആളുടെ അവസ്ഥ എന്താണെന്നറിയാമല്ലോ, ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഡോക്ടർ പറഞ്ഞതാ, ഇത് പരിശുദ്ധ അമ്മ ഇടപെട്ട് തന്നെ. ഡോക്ടർ ഈപ്പൻ മാത്യു എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം പറഞ്ഞു, ഇത് ചേട്ടാ ഇത് വേഗം ക്യൂറാകും, ഇത് കുഴപ്പമില്ല, നിങ്ങൾ പ്രാർത്ഥന ഇരിക്കും, ഇത് എങ്ങനെയാണെന്ന് വരും. പക്ഷേ ഇവനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഞാനൊന്ന് വേഗത്തിൽ പറഞ്ഞോളാം. അപ്പനെ അമ്മനെ നോക്കുന്നതിൽ വളരെ മുൻകൈയെടുത്തൊരു വ്യക്തിയാണ്. പ്രായമുള്ളവരാണെങ്കിലും ജോലിക്ക് പോകും, വൈകുന്നേരം വന്ന് അവർ ശുശ്രൂഷിക്കുക, ഇതൊക്കെ ചെയ്യുന്ന ആളെങ്കിലും പുള്ളിക്കാരൻ അതൊക്കെ ചെയ്തിട്ടേ വീട്ടിൽ വരാറുള്ളൂ. അതുപോലെ ദിവസം വിശുദ്ധ കുർബാന അർപ്പിക്കേണ്ട അവൻ ജോലിക്കും പോകത്തില്ലായിരുന്നു. എനിക്ക് നന്നായിട്ടറിയാം. അതിൻ്റെ കൃപയാണ്. ആ മനുഷ്യൻ പറഞ്ഞ ഡോക്ടർ പറഞ്ഞ് ഇത് ഭയങ്കര ഒരു മിറക്കിൾ തന്നെ. കൃത്യം 7ാം ദിവസം ആൾ വാർഡിലേക്ക് മാറുക. ഇങ്ങനെ ഒടിഞ്ഞു കിടക്കുന്ന വ്യക്തിയാണ്. 3 ദിവസത്തിനകം ഒരു ചെറിയൊരു സർജറി ഉണ്ടായി, പെട്ടെന്ന് ക്ലിയറായി. 11ാം ദിവസം ആൾ വീട്ടിൽ. ആ വ്യക്തിയാണ് നിൽക്കുന്നത്. സംസാരിക്കാനും കഴിയും, അതുപോലെ ആരോഗ്യം ക്ലിയറായി. ഒടിഞ്ഞ് പെടലി ഇങ്ങനെ കിടന്നു വെച്ച ഒരു പെടലിയാണ് നേരെ നിൽക്കുന്നത്. അതുപോലെ ഈ മുഖമൊക്കെ വളരെ വികൃതമായിരുന്നൊരു മുഖമാണിത്. ഒരു പ്ലാസ്റ്റിക് സർജറി ഒന്നും കൂടാണ്ട് അമ്മ തൊട്ട് വന്നു. പക്ഷേ ഈ ICUവിലൊരു സംഭവം നടന്നായിരുന്നു. ICUവിൽ ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ ഇവൻ അന്ന് 4ാം ദിവസം സംസാരിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ്, വല്ലാതെ ഞാൻ ഇതുവരെ അങ്ങനെ സംസാരിക്കാൻ അവരെ നേഴ്സുമാർ സമ്മതിക്കത്തില്ലായിരുന്നു. അപ്പോൾ അവരിങ്ങനെ കൈകൊണ്ട് കാണിച്ച് ഞാൻ അടുത്ത് ചെന്നു. ഇവനെടുത്ത വായിക്കാൻ അവിടെ വെച്ചാൽ ചേട്ടാ കൃപാസനത്തിലെ നേർച്ച വസ്തു എന്തെങ്കിലും. ഞാൻ വല്ലാതെ ആയിപ്പോയി. അന്ന് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു തേൻ, കാരണം അതിനകത്ത് കയറ്റാൻ പാടില്ലല്ലോ. അപ്പം ഞാൻ നേരെ അങ്ങോട്ട് ചെന്നേച്ചും പതുക്കെ ഇങ്ങനെ മറഞ്ഞ് നിന്നുകൊണ്ട് ഈ തേൻ കയ്യിലെടുത്തു. അപ്പോൾ അവിടെ നേഴ്സ് വെച്ച് പറഞ്ഞ്, കൊടുത്തു, ഞാൻ കൃപാസനത്തിൽ വരുന്നതാണ് ചേട്ടൻ കൊടുക്കാമെന്ന് പറഞ്ഞു. ഒരു ഭയങ്കര ഒരു പവറായിരുന്നത്. വേഗം കയ്യിലെടുത്ത് നാവിൻ്റെ തുമ്പട്ട് വെച്ച് കൊടുത്ത്. ഇത് നടന്ന സത്യമാണ്. ഞങ്ങളത് വീഡിയോ വരെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നേരെ അവന് കൊടുത്ത് അവൻ ആശ്വാസമായി. 4ാം ദിവസമാണ് ആ പുള്ളി
അന്ന് പൊങ്ങുന്നത് പിറ്റേ ദിവസം ശാന്തമായിട്ട് ഇന്ന് അമ്മയുടെ മുമ്പിൽ കൊണ്ടുവന്ന് ഞാൻ ഇവനെ നിർത്തി സാക്ഷ്യം പറഞ്ഞോളാമെന്ന് ആ ആംബുലൻസിൽ നിന്ന് നേർച്ച ചേർന്നാണ് ഈ നിൽക്കുന്ന ആൾ. ഇനി രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് ഞാനൊരു വീട് വയ്ക്കണമെന്ന് മനസ്സിലുണ്ടെങ്കിലും അതൊരു നടക്കാത്ത കാര്യമാണല്ലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് പിന്നെ അതിനെപ്പറ്റി കെയർ ചെയ്യാറില്ല. ഉടമ്പടി എടുത്തെങ്കിലും ഒരു വെച്ചു. അച്ഛൻ പറഞ്ഞ പോലെ ഞാൻ അതിനെപ്പറ്റി പിന്നെ ഒന്നും ചോദിച്ചില്ല. നടക്കുന്ന സമയത്ത് നടക്കട്ടെ എന്ന് പറഞ്ഞ് കാരുണ്യ പ്രവൃത്തിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുക. ആ സമയത്ത് കഴിഞ്ഞ വർഷം മെയ് 3-ാം തീയതി എൻ്റെ വിവാഹ വാർഷികത്തിൻ്റെ അന്ന് ഞങ്ങൾക്കൊരു 10.25 സെൻറ്റ് സ്ഥലം മേടിക്കാൻ പറ്റി. മേടിക്കാൻ അറിയുമ്പോൾ ഞാൻ അമ്മയുടെ ഇവിടെ വന്നിരുന്ന് ചോദിച്ച്, അമ്മേ ഞാനിത് വാങ്ങിച്ച വീട് വയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നീ എൻ്റെ കൂടെ വരുവാന്ന് ചോദിച്ചിരുന്നു. രണ്ടാം ദിവസം എനിക്ക് തോന്നി വയ്ക്കാം, ഇനി താമസിക്കേണ്ടെന്ന്. മുമ്പോട്ട് പോയപ്പോൾ തന്നെ ഞാൻ ജനിച്ചത് മെയ് 14-ാം തീയതിയാണ്. എൻ്റെ ബർത്ത്ഡേയുടെ അന്ന് അതിൻ്റെ കല്ലിട്ടതിന് ശേഷം അമ്മയോട് പറഞ്ഞു, ഇത് എൻ്റെ ഇവിടെ വന്ന് നിന്ന് ചെയ്ത് തരണം കേട്ടോ എന്ന്. ഈ കഴിഞ്ഞ മാസം അതായത് മെയ് 14-ാം തീയതി അതേ ഡേറ്റിന് ഉച്ചയ്ക്ക് രാവിലെ വിശുദ്ധ കുർബാന കഴിഞ്ഞ ഉടനെ വികാരിയച്ഛൻ വന്ന് ആ വീടിൻ്റെ ബ്ലെസ്സിങ് നന്നായിട്ട് തന്നെ, അതായത് ഏറ്റവും ഞാൻ മനസ്സിൽ പോലും കരുതാത്ത വിധത്തിൽ ഒരു നല്ലൊരു വീട് വെച്ച് അതിൻ്റെ എല്ലാ സൗകര്യങ്ങളോടെ എങ്ങനെ നടന്നെന്ന് ചോദിച്ചാൽ എനിക്കിപ്പോൾ തന്നെ അറിയത്തില്ല. 1 വർഷം സമയമെടുത്തെങ്കിലും ഞാൻ 8 മാസം അതിന് പണിയെപ്പിച്ചിട്ടുള്ളൂ. കാരണം 4 മാസം മഴയായിരുന്നു കഴിഞ്ഞ വർഷം. പണി തീർത്തു. പക്ഷെ പണി തീരുന്നതിന് മുമ്പ് ഒരു 2 മാസത്തിന് മുമ്പ് എനിക്കൊരു തോന്നലുണ്ടായിരുന്നു, ഇത് എൻ്റെ വീടല്ലല്ലോ എന്നൊരു തോന്നൽ. ഒരു 3 മാസത്തിന് മുമ്പ് ഇങ്ങനെ വല്ലാതെ പിന്നെയാണ് പിന്നെ 2:30 മണിക്ക് ചെറിയ ഒരു അനുഭവം ഉണ്ടായി അമ്മയുടെ, നീ എൻ്റെ കൂടെയാണ് ജീവിക്കണമെന്ന്. പിന്നെ എനിക്ക് തോന്നി ഈ അമ്മയുടെ അപ്പൻ്റെയും കൂടെയാണ് ജീവിക്കുന്നത്. ആ വീട്ടിൽ അവരപ്പനും അമ്മയും ഞാൻ മകനും, ഞാൻ ജോലിക്ക് പോകുന്നു തിരിച്ചു വരുന്നു. ആ അനുഭവം ശരിക്കും കയ്യിൽ വരുവാൻ തുടങ്ങി. ആരോടും ഷെയർ ചെയ്യാണ്ട് വൈഫിനോട് ഞാൻ പറയും, ഇങ്ങനെ ചില അനുഭവങ്ങളുണ്ട് കേട്ടാന്ന് പറയും. പക്ഷെ ഒരു തടസ്സവും കൂടാതെ ആ വീട് പണി പൂർത്തിയാക്കി എന്ന് കല്ലിട്ട് അന്ന് അതിൻ്റെ പാല് കാച്ചൽ നടത്തുകയും ചെയ്തു. ഇന്ന് ഈ 16-ാം തീയതി എൻ്റെ 16ാമത്തെ പുതുക്കലേക്ക് ഞാൻ വരുവാണ്. ഈ ജൂലൈ 16. അത്രയും കൃത്യമായിട്ട് എനിക്ക് നടന്നു. അതാണ് രണ്ടാമത്തെ സാക്ഷ്യം. മൂന്നാമത്തത്, ഞാനൊരു കോൺട്രാക്ടറാണ്. അതായത് ഇതിനു മുമ്പ് ഞാൻ എല്ലാ സാക്ഷ്യങ്ങളും പറഞ്ഞിട്ടുള്ളതാണ്. ഈ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് അതുപോലെ കൺസ്ട്രക്ഷൻ പോലുള്ള പരിപാടിയൊക്കെ ചെയ്യുന്ന. കഴിഞ്ഞ വർഷം പോലെ എൻ്റെ അമ്മ അനുഗ്രഹിച്ചതുപോലെ ഒരു വർക്ക് ഞാൻ കണ്ടു. ഞാൻ നേരെ അമ്മയെടുത്ത് വന്ന് ഇവിടെ നിന്ന് ചോദിക്കാണ്ടൊന്നും ചെയ്യത്തില്ല. എനിക്ക് വേണ്ടതാണെങ്കിൽ മാത്രം, കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഞാനത് പ്രൊസീഡ് ചെയ്യും. ഇവിടെ ഒന്ന് ചോദിച്ചാൽ എന്താ വെക്കട്ടെ അമ്മയെന്ന് ചോദിച്ചു, വെക്കാൻ പറ. അങ്ങനെ കിട്ടിയാണ് കഴിഞ്ഞ വർഷത്തെ വർക്ക്. അതുപോലെ തന്നെ ഈ പ്രാവശ്യം ഈ കഴിഞ്ഞ 11 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ടെൻഡർ കൊണ്ട് ഞാൻ വെച്ച് കഴിയുമ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ച്, ഇത് കൊണ്ടുപോകേണ്ട നീയാണ്, ഞാനല്ല. കഴിഞ്ഞ വർഷം നടന്ന പോലെ നടക്കണം. അതുപോലെ തന്നെ ആ ടെൻഡർ എനിക്ക് വേണ്ടി ഇന്നലെ അതിൻ്റെ അപ്രൂവലായി. ഇന്ന് ഏകദേശം 2 മണി കൂടി അതിൻ്റെ വർക്ക് ഓർഡർ ഇന്നലെ വീണു. അതിൻ്റെ അഡ്വാൻസ് അവർ പേ ചെയ്യുന്നു. പരിശുദ്ധമ്മയുടെ അനുഗ്രഹത്താൽ എനിക്ക് സർക്കാരിൻ്റെ പേയ്മെൻറ്റുകൾ ഒന്നും തടസ്സമില്ലാണ്ട് അമ്മ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതെവിടെ എനിക്ക് ഒച്ചത്തിൽ പറയാം. പിന്നെ എൻ്റെ കാരുണ്യ പ്രവർത്തികളായിട്ട് ചെയ്യുന്നത്, കൃപാസനത്തിൽ വരുന്നവരെ മിക്കപ്പോഴും ഞാൻ കൃപാസനത്തിലുണ്ട്. ഇവിടെ ഉച്ച കഴിഞ്ഞപ്പോഴും വരുന്നവരെ എന്താണ് വേണ്ടതെന്നുള്ള സഹായിക്കും. അതുപോലെ എൻ്റെ അടുത്തൊരു ഓൾഡ് ഏജ് ഹോം ഉണ്ട്, ഒരുപാട് സിസ്റ്റേഴ്സ് ഉണ്ട്, അവരെ നോക്കുന്ന അമ്മമാരൊക്കെ ഉണ്ട്. അവരുടെ കൂടെ വേണ്ട സഹായമൊക്കെ ചെയ്യും. എന്താരെങ്കിലും ഒരു രോഗികൾ വിളിച്ച് നമുക്കൊരു ബോധ്യമാണെന്ന് തോന്നിയാൽ അവരെ സഹായിക്കണം, അമ്മ ഒരുക്കി തരും. എനിക്കാവശ്യമായ സാമ്പത്തിക മേല കാരുണ്യ പ്രവൃത്തി പോലെ ചെയ്യാൻ അമ്മ ഒരുക്കുവാണ് നേരത്തെ. അത് വർക്ക് മുഖേന ഒരു ടിക്കറ്റ് അടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും എൻ്റെ തന്നുകൊണ്ടല്ല, നല്ല രീതിയിൽ ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ട്. കാരുണ്യ പ്രവർത്തിക്ക് നിങ്ങൾ ആരും പുറത്തേക്കണ്ട, അതെല്ലാം വന്നു ചേരും. ഉടമ്പടിയുടെ മുകളിൽ കൈ പിടിച്ചിട്ട് മുമ്പോട്ട് പോയാൽ മതി. കർത്താവ് കൈക്ക് പിടിച്ചിട്ട് നടക്കും. ഞാനതിന് സാക്ഷിയാണ്. ഈ 6 വർഷം ഉടമ്പടിയിൽ ഒരു ഗ്യാപ്പില്ലാതെ നടത്തുന്ന ആളാണ് ഞാൻ. തീർത്ത് തുറന്നു പറയുവാണ് ദൈവം കൂടെ. പിന്നെ എനിക്ക് കിട്ടിയ ആത്മീയം എന്ന് പറഞ്ഞാൽ ദിവസവും വിശുദ്ധ കുർബാന അർപ്പിക്കാൻ കഴിയുന്നു. അതുപോലെ കുടുംബ പ്രാർത്ഥന. മക്കൾ 2 പേരും വിദേശത്താണ്, അവരവരുടെ കാര്യങ്ങൾ അവർ നോക്കുന്നു. അവരിവിടെ നിന്ന് ഉടമ്പടിയെടുത്ത് പോയ ആൾക്കാരാണ്. ഇന്നും പരിശുദ്ധമ്മയോട് ചേർന്ന് കൊന്തയിൽ പോകുന്നു. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന് പരിശുദ്ധമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയുന്നു.